നമ്മുടെ സ്വന്തം അടിപൊളി. ഇനി എനിക്ക് സംസാരിക്കുന്ന താല്പര്യമില്ല. ഷൈൻ ചേട്ടൻ എല്ലാവർക്കും എന്നെ മതി. അല്ല, അല്ലെങ്കിൽ നമുക്ക് രണ്ടാം സ്ഥാനമല്ലേ ഉള്ളൂ. ഈ ഒരൊറ്റ കാര്യത്തില് എനിക്ക് നിന്നോട് അസൂയ. പെണ്ണുങ്ങളുടെ മനസ്സ് എന്നെ പോലെ മനസ്സിലാക്കിയിട്ടുള്ളവര് വേറെ ആരും ഇല്ലാന്ന് നിനക്കറിയാലോ. മനസ്സിൽ ഒന്നാം സ്ഥാനം ധ്യാനം കൊടുത്തില്ലേ? ധ്യാൻ ചേട്ടൻ എന്റെ ഉള്ളിലത് പുറത്തേക്ക് വന്നു. മോനെ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവൂല. അല്ല, ധ്യാൻ ചേട്ടനാണ് എന്റെ കരിയറില് പക്ഷെ കരിയറിൽ ജീവിതത്തിൽ ഏറ്റവും ആദ്യം മെസ്സേജ് ഉള്ള ഞാനല്ലേ ധ്യാനയുടെ മുന്നേ. ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റുവേട്ടാ. വീഡിയോസിൽ ലൈക്ക് ചെയ്തിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഞാനല്ലേ. ഇവരെക്കാൾ മുന്നേ കണ്ടിട്ടുള്ളത് ഞാനല്ലേ. കൂൾ ഡൗൺ. ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ്, അതുപോലെ സാറിനുണ്ടാവും ഒരു ദിവസം. മഴ നനഞ്ഞ് നമ്മള് വൃത്തികേട് പറയാത്ര വൃത്തികെട്ടവനെ. മഴ നനഞ്ഞ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് മറ്റേ ഇപ്പൊ ക്ലിയർ ആയി. അല്ല ഡൗട്ട് അടിച്ച് പണ്ടടങ്ങി പോയനെ. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുക. റീല് കണ്ടിട്ട് ആ സമയത്ത് ആരും മഴ കളിക്കാൻ ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. മഴയത്തൊന്ന് ചാൻസ് ചെയ്യാ. ഒരു കുത്തുവെച്ചെന്നുണ്ടല്ലോ. നിനക്ക് എന്തോ അസുഖ കണ്ട അലവലാതി പെണ്ണുങ്ങളെ നോക്കി പിച്ചുമ്മയും പറയുന്നു. ഇതില് ഭയങ്കര ഡിഫറെന്റ് ക്യാരക്ടർ ആണ് അല്ലേ? എങ്ങനെ ധൈര്യം കിട്ടി ധ്യാൻ? ഞാൻ ആരാന്ന് വിചാരിച്ചാ നരകമായി. നീ എന്നെ കൊച്ചാക്കി കളഞ്ഞു. ഞാൻ ധ്യാനം എന്നെക്കാളും കൂടുതൽ കിട്ടും. ധ്യാൻ എന്ന് പറഞ്ഞാൽ അതിനാ റീച്ച് കൂടുതല്. ഞാൻ ആരാ മുതല്? എന്റെ വേദന കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ലടാ. സ്റ്റാർട്ട് ചെയ്ത മുന്നേ ഇങ്ങനെ ഫീഡ് ചെയ്ത് മാറിപ്പോലെ. വേണ്ട വേണ്ട വേണ്ട. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ഞാൻ കാണുന്ന ഭയങ്കര ലൈവ്ലിയും ഒരു ഇന്നസെൻസ് ഒക്കെ ഉള്ള. പിന്നെ ഇടയില് കുറച്ചു കാലം വിട്ടു നിന്നു. നീ എന്താടാ ഒരു മണി അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? വേറെന്തോ ബിഗ് പ്രോഗ്രാമിലേക്ക്. ഓ, അപ്പൊ സംഗതിയുടെ കിടപ്പ് അങ്ങനല്ലേ? നിങ്ങൾ തമ്മിൽ കുറെ എന്തൊക്കെ അറിയാൻ തോന്നുന്നു. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ധ്യാനെക്കാട്ടും മുന്നേ ഞാനാ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഞാൻ മറന്നുപോയി. ഞാൻ എത്ര ഹായ് ഗുഡ് മോർണിംഗ് ഹലോ മച്ചാന് ചിക്സിന്റെ സ്മെല്ലടിച്ച് കഴിഞ്ഞാൽ എന്ത് ഭരതമുനി എന്ത് നാട്യശാസ്ത്രം. മെസ്സേജ് ചെയ്തിട്ടാണ് ഒരു മെസ്സേജ് ഒക്കെ തിരിച്ചു കിട്ടുന്നത് പെൺകുട്ടികളുടെ അടുത്ത്. എന്നിട്ട് ഇൻഡസ്ട്രിയിൽ വരുന്നതിന് മുന്നേ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം എന്റെ എത്ര ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. കൊറേ എടുത്തിട്ടുണ്ട്. നീ എന്നോടിങ്ങനെ ചെയ്യല്ലായിരുന്നു. വിശ്വസിക്കരുതടാ, ലോകത്തോരെ പെണ്ണിനെ വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അവളുമാരെ നമ്മളെ ചതിക്കും, അത് ഉറപ്പാ. അതെന്നെയാ ധ്യാനയോടും കൂടെ ഉണ്ടാവും. എന്നിട്ട് ഫസ്റ്റ് ധ്യാനം കൊണ്ട് പേര് പിടിപ്പിച്ചു. അതെ, ഇല്ല, ഞാൻ ജോയിൻ ചെയ്ത് ആദ്യമായിട്ട് എടുക്കുന്ന ഇന്റർവ്യൂ ധ്യാൻ ചേട്ടന്റെ. എന്തിനാണ് ഓരോ വക്കാലത്ത് പിടിക്കുന്നത്? ഇതൊക്കെ എന്ത് ദ്രോഹാടോ. എന്റെ ഷോക്ക് പേരിട്ടത് ആ ഷോയ്ക്ക് അതിന് മുന്നേ ഇന്റർവ്യൂ എടുത്ത എന്റെ അല്ലേ? അല്ല, എന്തായാലും എന്റെ ആയിരിക്കും. മിണ്ടില്ല ഞാൻ പിണക്കം. അതിൽ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളത് ധ്യാനെയാണ്. അപ്പൊ എന്നെ ചെയ്തിട്ട് അത് കഴിഞ്ഞ ഷൈൻ ചേട്ടനാ. എന്നോട് ഇതൊക്കെ പറയണം. പിന്നെ അടുത്ത പേരോട് എന്നെ എന്റെ വിളിക്കട്ടെ. കിരീടത്തിലെ 2 പൊൻതൂവല ധ്യാൻ ചേട്ടനും ഷൈൻ ചേട്ടനും. കിളി പറന്നു പോയിട്ടുള്ള തൂവലാണ് ആ രണ്ടെണ്ണം. അവന്മാരുടെ കാര്യമൊന്നും പറയാൻ പറ്റൂല, രണ്ടും ഭ്രാന്തന്മാരാ. എന്നിട്ട് ഞാൻ ബ്രേക്കപ്പ് ആയില്ലേ എന്റെ എക്സ് ആയിട്ട്. എന്നിട്ട് ആ എക്സിന്റെ ഇന്റർവ്യൂ അപ്പൊ അങ്ങനെയും ചില നാടകങ്ങൾ ഞാൻ അറിയാതെ നടക്കുന്നുണ്ടായിരുന്നല്ലേ. ജസ്റ്റ് ഫോർ എ രസം. ആ എക്സിന്റെ ഇന്റർവ്യൂ എടുത്തിട്ട് പുറത്തു കൊണ്ടുവന്നത് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത് പുല്ലുവില. എന്റെ എക്സിന്റെ ഇന്റർവ്യൂ എടുത്ത് എല്ലാവരിലേക്ക് എത്തിച്ചു. അവളെ സപ്പോർട്ട് ചെയ്യണം ഇനിയും. കാരണം ഞാൻ എന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാൻ ബ്രേക്കപ്പ് ആയത് കേട്ടോ. എനിക്ക് കൈലിപ്പൊക്കെ അറിയാം. ഒരു കോലുമ്പോ തുണി വെച്ചാൽ പോയാ മതി, അപ്പോഴേക്ക് ഇയാൾ പുറകെ പൊക്കോളും. ലെമ്പടൻ ഇവര് കാരണമാണോ? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. എന്റെ എക്സിന്റെ ഇന്റർവ്യൂ ഇവളാണ് എടുത്തതെന്ന്. അതെടുക്കാനുള്ള ചേതോ വികാരനാണ്. ചാനലിന്ന് പറഞ്ഞു ഞാൻ എടുത്തു. വളരെ മോശമായി പോയി. പിന്നെ ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. സർ, ഷൈൻ ചേട്ടനെ ഈ ഒരു ഫാദർ റിച്ചാർഡ് ആക്കാൻ അതെങ്ങനെ ആക്കി? എങ്ങനെയായിരുന്നു ഫാദർ ആക്കാനുള്ള? അതെങ്ങനെയാ ധ്യാനെ മനസ്സിൽ കൊണ്ടുവരുന്നത്? മസ്താനിയെ നമ്മൾ ഇന്റർവ്യൂ ആക്കിയില്ലേ? ഇല്ലല്ലോ. വിട്ടില്ലേ? എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ.